സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ഉയർത്തെഴുന്നേൽപ്പിന്റെയും ഈസ്റ്റർ ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസ് ഫൺ ഫാലിമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പഴഞ്ഞിയിലാണ്. ഡെന്നി ചേട്ടനും ബ്രിജിനി ചേച്ചിയാണ് ഇന്ന് നമ്മളെ കോണ്ടാക്ട് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ഈസ്റ്റർ നമ്മൾ അവിടാണ് കൂടാൻ പോകുന്നത്. സോ വാ പോരെ. അപ്പൊ രണ്ടുപേർക്കും ഞങ്ങളുടെ വക ഹാപ്പി ഈസ്റ്റർ. സെയിം ടു യു. എന്തായിരുന്നു ഈസ്റ്റർ ആയിട്ട് പരിപാടി? പള്ളിയിലൊക്കെ പോയോ? പള്ളിയിൽ പോയി. ഇത്രയും ദിവസം നോമ്പായിരുന്നല്ലേ, അപ്പൊ ഇന്ന് തൊട്ട് നോൺ അങ്ങോട്ട് കഴിച്ചു തുടങ്ങാം. പൊതുവെ എങ്ങനെ നോൺ കഴിക്കാൻ ആണല്ലേ? അപ്പൊ ബുദ്ധിമുട്ടായിരുന്നു? 50 ദിവസം നോമ്പെടുത്തിട്ടില്ല കേട്ടോ. ആണോ? 50 ദിവസം നോമ്പെടുക്കാത്ത? രണ്ടുപേരും എടുത്ത് സാധാരണ ഞാൻ എടുക്കാറുണ്ട്, പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ എടുത്തിട്ടില്ല. എല്ലാ ദിവസവും എടുത്തിട്ടില്ല. നിങ്ങൾ അവസാനത്തെ 25 ദിവസം ഞങ്ങളുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആണ് നിങ്ങൾ. ബിക്കോസ് നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ എപ്പിസോഡിനാണ് നമ്മൾ എല്ലാവരും കൂടെ അങ്ങോട്ട് ജോയിൻ ചെയ്യുന്നത്. സോ എനിവേസ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് രണ്ടുപേരും പരിചയപ്പെടുത്താവോ? എന്റെ പേര് ഡെന്നി എന്നാണ്. പഴഞ്ഞിയിൽ തന്നെയാണ് ജനിച്ചതും വളർന്നതെല്ലാം, പഠിച്ചതെല്ലാം ഇവിടെ തന്നെ. ഇപ്പോ ബിസിനസ് ആണ്. ഒരു ചമയം ഇവന്റ്സ് ആൻഡ് വെഡിങ്സ് എന്ന സ്ഥാപനം നടത്തുകയാണ്. ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ്. 1995 തുടങ്ങിയിട്ടുള്ള കമ്പനിയാണ്. ഞങ്ങളായിട്ട് തുടങ്ങിയിട്ടുള്ള തന്നെയാണ്. ഇപ്പൊ 30 വർഷമായി. ചേച്ചിയുടെ പേര് പറയൂ. എൻ്റെ പേര് ബ്രിജിനി. ഞാൻ ഹെൽപ്പ് ചെയ്യുന്നു. എനിക്ക് ഒരു ഓഫീസ് ഉണ്ട് ഇവിടെ. അതിൽ ഓഫീസിൽ മിക്കവാറും ഞാനായിരിക്കുന്നുണ്ടാവുക. പ്ലസ് അതിന്റെ കൂട്ടത്തിലൊരു റെന്റൽ സർവീസും കൂടെ നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പൊ രണ്ടുപേരും കൂടെ ചേർന്നിട്ടുള്ള ബിസിനസ് സംരംഭമാണല്ലേ? ബിസിനസ് മാഗ്നറ്റ്സ് ആണ് അല്ലേ? മോനും ഉണ്ട്. ഓക്കെ, വേറെ ആരൊക്കെ ഉണ്ട് ഇവിടെ? പറയും ബാക്കി. ഓൾറെഡി ഞങ്ങളുടെ കൂടെ തന്നെ ബിസിനസ്സിലുണ്ട്. ഇപ്പൊ MBA ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. BA ഇവന്റ് മാനേജ്മെന്റ് ആണ് ഡിഗ്രി കഴിഞ്ഞിരിക്കുന്നത്. മലേഷ്യയിൽ നിന്നാണ് കഴിഞ്ഞത്. മലേഷ്യയിൽ. ഓക്കെ, പേരെന്താ മോന്റെ? ഡെൻസ്റ്റിൻ. വേറെ ആരാ ഉള്ളത്? പിന്നെ മോളുണ്ട് ഒരാള്. മോള് MBBS പഠിക്കുന്നു. MBBS തിരുവല്ല ബിലീവേഴ്സിൽ ഇപ്പൊ സെക്കൻഡ് ഇയർ ആയി. ഓക്കെ, അപ്പൊ നിങ്ങൾ 4 പേരുമാണ് ഇവിടെ ഉള്ളത്? അല്ല, അമ്മയുണ്ട്. ഇപ്പൊ ഇവിടെ 4 പേരേ ഉള്ളൂ. ജോയിന്റ് ഫാമിലിയാണ്. അനിയന്റെ വൈഫൊക്കെ ഇപ്പൊ 1 വർഷമായിട്ടുള്ളൂ ഇവിടുന്ന് പോയിട്ട്. എന്നാലും എല്ലാ വീക്കെൻഡിലും രണ്ട് ബ്രദേഴ്സും വരും. 2 ബ്രദേഴ്സും ഫാമിലിയാണ് ഉള്ളത്. അമ്മയുണ്ട്. ഒരുമിച്ച് എല്ലാ ശനിയാഴ്ചയോടും ഒന്ന് കൂടും. ഓ, അപ്പൊ ഭയങ്കര വൈബായിരിക്കുമല്ലോ. ബിക്കോസ് നമുക്ക് മൺഡേ ടു ഫ്രൈഡേ വർക്ക് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു വീക്കെൻഡ് വരുമ്പോ അടിപൊളി അടിപൊളി. അപ്പൊ സോ എനിവേ സൺഡേ ശരിക്ക് റിലാക്സേഷൻ അല്ല, ഞങ്ങളുടെ വർക്ക് വരുന്നത് ശനി ഞായറുമാണ്. എന്നാലും സ്റ്റാഫൊക്കെ ഉണ്ടല്ലോ. അല്ല, ഞാനുണ്ടാവും, ഞങ്ങളുണ്ടാവും. എല്ലാവരും കൂടെ ശനിയാഴ്ചയൊക്കെ അടിച്ചു വിളിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും ഈസ്റ്റർ ആണല്ലോ. സോ ഈസ്റ്ററിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ. അതായത് എനിക്ക് കുറച്ചൊക്കെ അറിയാവൂടെ എന്നാലും. അപ്പൊ നമ്മളുടെ ഇവിടെ ഈ ഒരു ഏരിയയിൽ എന്തൊക്കെയാ പ്രത്യേകത വരുന്നത് ഈസ്റ്ററിന്? അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ചില ഏരിയയിലൊക്കെ ഒരു സ്പെഷ്യൽ ട്രഡീഷൻസ് ഒക്കെ കാണുമല്ലോ. അങ്ങനെ ഈസ്റ്ററിന്റെ ട്രഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അധികം ട്രഡീഷൻ ഇല്ല. നമ്മൾ ഇപ്പോൾ ഒരാഴ്ചത്തോളം പാഷൻ വീക്കൊക്കെ കഴിഞ്ഞ് ഈസ്റ്ററിന്റെ ഒരു നോർമലി നമ്മൾ സാധാരണ എല്ലായിടത്തുള്ള പോലെ തന്നെയാണ് ഈസ്റ്ററിന്റെ പ്രത്യേകതകളൊക്കെ ഉള്ളത്. ക്രിസ്മസ് ആണെങ്കിലാണ് ഇവിടെ കൂടുതൽ കുറച്ചും കൂടി ഗ്രാൻഡ്. പഴഞ്ഞി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തരം ആഘോഷങ്ങളും ഭയങ്കര ഗ്രാൻഡ് ആയിട്ട് ആഘോഷിക്കുന്നതാണ്. പ്രത്യേകിച്ച് പഴഞ്ഞിപ്പള്ളി പെരുന്നാൾ എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഒത്തുകൂടുന്ന ഒരു സ്ഥലമാണ് പഴഞ്ഞിപ്പള്ളി പെരുന്നാൾ. അതുപോലെ ക്രിസ്മസ് ആണെങ്കിലും കരോൾ സർവീസ് ഒക്കെ റോഡ് ഷോ ഒക്കെ വെച്ചിട്ട് ഇവിടെ നല്ല രീതിയിൽ നടക്കുന്നതാണ്. പല പള്ളികളും അത് റോഡ് ഷോ രീതിയിലാണ് ചെയ്യുന്നത്. മൊത്തത്തിൽ ആഘോഷങ്ങളുടെ നാടാണ്. അതിനുപരി നമ്മള് ഈസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വിപുലമായിട്ട് നമ്മൾ പുറത്തേക്കൊന്നും ചെയ്യാറില്ല. എങ്കിലും വീടിനകത്ത് ഭക്ഷണം നല്ല രീതിയിൽ ഉണ്ടാക്കണു, കഴിക്കണു. എന്തൊക്കെയാ സ്പെഷ്യൽ ഫുഡ് ഈസ്റ്റർ? ശരിക്കും അപ്പം, പാലപ്പം, ബീഫ്, ചിക്കൻ, പിന്നെ സാധാരണ നമ്മുടെ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ അത്രേ ഉള്ളൂ ചേട്ടാ. പറഞ്ഞില്ലെങ്കിൽ ഇനി ഭക്ഷണം കഴിച്ചിട്ടേ ഇറങ്ങുള്ളൂ. ഇത്രയും ലിസ്റ്റ് ഒക്കെ കേട്ട സ്ഥിതിക്ക്. അപ്പൊ ഇന്ന് എന്താ അപ്പൊ നമ്മളുടെ പരിപാടി? എന്താ നമ്മൾ വന്നതിലേക്ക് കിടക്കാം. ഞാൻ ഇതുപോലെ യാദൃശികമായിട്ടാണ് നമ്മുടെ ഫൺ ഫാലിമി എന്നുള്ള പ്രോഗ്രാം കണ്ടത്. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഇതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു പണി കൊടുത്താലോ. കാരണം എന്താ വെച്ചാല് സമയമില്ലാത്തതുകൊണ്ടാണ്. എന്നാൽ കൂടെ ഒരു ഗ്ലാസ് വെള്ളം വരെ തനിച്ചെടുത്ത് കുടിക്കാൻ താല്പര്യമില്ലാത്ത ആളാണ്. വെള്ളം വേണമെന്നോട് അടുക്കളയിൽ വന്ന് പറഞ്ഞാലും തിരിച്ചിവിടെ വന്നിരിക്കും. നമ്മൾ വെള്ളം ഇവിടെ കൊണ്ടു കൊടുക്കണം.
അതങ്ങനെ ശീലിച്ചിരിക്കുന്നു. ചെറുപ്പം മുതലേ അങ്ങനെ ശീലിച്ചിരിക്കുന്നു. നമുക്ക് ആ ശീലം അങ്ങോട്ട് ബ്രേക്ക് ചെയ്യാം. അപ്പൊ ചില സമയത്ത് എനിക്കും ദേഷ്യം വരും, പിന്നെ പാവം തോന്നും. അപ്പൊ ഞാൻ ഈ പ്രോഗ്രാം കണ്ടപ്പോ എനിക്ക് തോന്നി ഇതുപോലെ എന്തെങ്കിലും ഒരു ഫണ്ണി ആയിട്ടാണല്ലോ, നിങ്ങളും കൂടെ ഉണ്ടാവുമല്ലോ, അപ്പൊ പ്രശ്നമില്ല, അപ്പൊ ഒരു പണി കൊടുക്കാം. ഓക്കെ, ഞങ്ങള് കൂടെ ഉണ്ടാവും. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങ് പോകും. അത് കഴിഞ്ഞ് പിന്നെ പണി ചിലപ്പോ തിരിച്ചു കിട്ടിയതല്ലേ. അതുറപ്പാ. തൽക്കാലം ആശ്വാസത്തിന് നമ്മൾ കൂടെ ഉണ്ടെന്നുള്ളതേ ഉള്ളു. ബാക്കി എന്തെങ്കിലും വന്നാൽ deal എന്നാലും ചെയ്യണം. എനിക്കൊന്ന് സമാധാനിക്കാലോ. ആ, എന്തെങ്കിലും ഒന്ന് കൊടുത്തല്ലോ ഒന്ന്. ചേച്ചി വെൽ പ്ലാൻഡ് ആട്ടോ. മനസ്സിലായി, വാൻ പ്ലാൻ ആണ്. ചേട്ടന്റെ ഈസ്റ്റർ ഒരു കളറായിട്ടുണ്ട്. ഒരു ക്ലാസ് പോലും എടുക്കാത്ത ചേട്ടനെ കൊണ്ടാണ് നമ്മളിന്ന് പണി എടുക്കാൻ പോകുന്നത്. അല്ല, ബൈ ദ ബൈ, പണി എന്താ കൊടുക്കുന്നത്? കുക്കിംഗ് ആയിരിക്കും എന്നുള്ളത് ഞാൻ ഊഹിക്കുന്നു. ഇത്രയും ചാറ്റിൽ നിന്ന് ഞാൻ ഊഹിച്ചു കുക്കിംഗ് ആയിരിക്കും എന്നുള്ളത്. എന്തായാലും അടുക്കള എന്താണെന്നാണ് അറിയാത്ത ആളാണ്. അപ്പൊ എനിക്ക് തോന്നി അവിടുന്ന് തന്നെ നമുക്ക് തുടങ്ങാം. പറയുന്ന പോലെ. ഓക്കെ, അപ്പൊ ചേട്ടാ ശരിയല്ലേ, റെഡി ആയിട്ടിരിക്കല്ലേ? നമുക്ക് ഇന്ന് അടുക്കള എന്താന്നൊക്കെ ഒന്ന് അറിയാം അല്ലേ? ചേച്ചി എന്താ കൊടുക്കുക, പണി കൊടുക്കുക എന്താ, അത് പറ. ഞാൻ ചിന്തിച്ചപ്പോ സാധാരണ നമ്മൾ ഈസ്റ്ററിന് പാലപ്പം, ഇവിടെ വെള്ളയപ്പം എന്നാണ് പറയാ, വെള്ളയപ്പം ഉണ്ടാക്കിക്കാം എന്നൊക്കെ വിചാരിച്ചു. അപ്പൊ എന്തായാലും വേണ്ട, അത് സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന സംഭവമാണ്, അത് എപ്പോഴും കുറ്റം പറയുന്ന ഒരു സംഭവം, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ പിള്ളേർക്കാണെങ്കിൽ ചോക്ലേറ്റിനോടൊക്കെ ഭയങ്കര താല്പര്യമുള്ള കൂട്ടത്തിലാണ്. അപ്പൊ നമുക്ക് ഈസ്റ്റർ എഗ് ഉണ്ടാക്കിക്കാം എന്ന് വിചാരിച്ചു. അപ്പൊ ഈസ്റ്റർ എഗ് എന്ന് പറയുന്നത് മുട്ട പുഴുങ്ങിയതല്ലേ? ചേച്ചി പറഞ്ഞ വാട്സ്ആപ്പ് സ്റ്റിക്കറിലൊക്കെ നമ്മള് കാണുമ്പോൾ ഞാൻ വിചാരിച്ച അതാണ്. കോഴിമുട്ടയാണ്, പക്ഷേ കളറ് ചെയ്തിട്ടാണ് മുൻകാലങ്ങളിലൊക്കെ അത് ഒരു ഡിസൈൻ ചെയ്തിട്ട് ഈസ്റ്ററിനെ കൈമാറുന്നൊരു ഇതാണ് ഈസ്റ്റർ എഗ് എന്ന് പറയുന്നത്. 13ാം നൂറ്റാണ്ടിലെ ആരംഭിച്ചതാണത്. ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഇത് യൂട്യൂബിൽ അടിച്ചു നോക്കിയപ്പോ അതിന്റെ പണി കൊടുക്കുന്നതിന് മുമ്പ്, ഒരാൾക്ക് പണി കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ അതിനെ കൃത്യം അറിഞ്ഞ് അതിന്റെ നാനാ ഭാഗങ്ങളും റിസർച്ച് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ പണി കൊടുക്കാവുള്ളൂ തെളിയിച്ചിരിക്കുന്നു. ശരിക്കും അത് ഞാൻ അറിഞ്ഞിടത്തോളം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ മുട്ടയിൽ നിന്ന് കുഞ്ഞ് വിരിഞ്ഞ് ജീവിക്കുന്ന ഒരു ഭാഗമാണ്. അതായത് ക്രിസ്തുവിന്റെ മരണം തൊട്ട് കഴിഞ്ഞ് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റുള്ള ക്രിസ്തുവിന്റെ പുനരുദ്ധാനമാണ് ശരിക്കും ഈസ്റ്റർ നമ്മൾ ആഘോഷിക്കുന്നത്. അത് ഈ കോഴിമുട്ടയുടെ ആ കാലഘട്ടത്തിന്റെ ചക്രത്തിന്റെ കാലഘട്ടത്തിൽ ആ ഒരു ഇതിലൂടെയാണ് നമ്മൾ അത് ആഘോഷിക്കുന്നത്. അതാണ് കോഴിമുട്ട തെരഞ്ഞെടുക്കാൻ പറയുന്നത്. ഇൻഫർമേഷൻ ഒക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ചേട്ടാ അതല്ല നമ്മുടെ ഇത് കറക്റ്റ് ആയിട്ട് വെച്ചത് യൂട്യൂബിൽ നിന്ന് നോക്കിയതുമാണ്. നമ്മൾ പറഞ്ഞത് മണ്ടത്തരാണോ നമുക്ക് അറിഞ്ഞോടാട്ടോ, അത് വേറെ കാര്യം. അതൊക്കെ പോട്ടെ, ജോക്സ് ആൻഡ് ഇൻഫർമേഷൻസ് അപ്പാർട്ട് നമ്മുടെ പണിയിലേക്ക് കടക്കാം. ഒബ്വിയസ്ലി നല്ല ഫണ്ണായിട്ടുണ്ട് ഇവിടെ വന്നിട്ട്. ചേച്ചി എങ്ങനെ ഇത് ഉണ്ടാക്കുന്നത്? ഇത് നമുക്ക് കാണാം. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ കോഴിമുട്ട അല്ലല്ലോ, അപ്പൊ കോഴിമുട്ട ഇത് ശരിക്കും ചോക്ലേറ്റിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് തെരഞ്ഞെടുക്കാൻ കാരണം. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഉണ്ടാക്കാറെന്ന് വെച്ചാൽ ഞാൻ ഒരു തവണ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ അതത്ര സക്സസ് ആയിട്ടില്ല. പിന്നെ അതൊന്ന് ശരിക്കും സക്സസ് ആക്കാൻ പറ്റുമോ നമുക്കൊന്ന് നോക്കി നോക്കാം. അത് ശരിയാ. പിന്നെ ഇവിടെ കുട്ടികൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അനിയന്റെ കുട്ടികളെല്ലാം ഉണ്ട്. അപ്പൊ എല്ലാവരും ഉള്ളതുകൊണ്ട് ചോക്ലേറ്റ് ആയിരിക്കും ഏറ്റവും നല്ലത്. ബാക്കി ഇങ്ങനത്തെ പലഹാരങ്ങളൊന്നും പിള്ളേർക്ക് ഇഷ്ടമല്ല. അപ്പൊ പിന്നെ എന്തായാലും ഇത് തന്നെ ഉണ്ടാക്കി നോക്കാം. അപ്പൊ അപ്പ ഉണ്ടാക്കിയതെന്ന് പറയുമ്പോ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ചേച്ചി ഇടക്കൂടെ അങ്ങോട്ട് ബൂസ്റ്റ് ചെയ്തും കൊടുത്ത് പപ്പ ഉണ്ടാക്കിയതെന്ന് പറയുമ്പോ അതിന് ചേട്ടൻ പണിയൊന്നും എടുക്കാറില്ലല്ലോ ചേച്ചി. അല്ല, അപ്പയുടെ കൂടെയാണ് പിള്ളേരൊക്കെ ആവുക. അപ്പൊ നോക്കാം നമുക്ക്. അപ്പൊ ചേച്ചി അടുക്കള പോലും കണ്ടിട്ടില്ലാത്ത ആൾക്ക് ഒരു ഐഡിയ എന്തെങ്കിലും ഒക്കെ കൊടുക്കാം. നമുക്ക് കൊടുക്കാം. ചേച്ചി രണ്ടും കൽപ്പിച്ചപ്പോ എനിക്ക് തോന്നുന്നേ ഇവര് രണ്ടും കൂടെ തമ്മിൽ തല്ലി ഈസ്റ്റർ ഒക്കെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ഞാനും കൂടെ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ ഞാൻ പെട്ടുപോകും. വേണ്ട, ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒന്നെങ്കിൽ എന്നെ അങ്ങോട്ട് വിളിക്കുക, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാം. ഞാൻ കുറച്ച് കാറ്റൊക്കെ കൊണ്ട് ഞാൻ ഇവിടെ റെസ്റ്റ് ചെയ്തിരിക്കും. ഓക്കെ, അടുക്കള എവിടെയാ? അങ്ങോട്ടാ. അപ്പൊ എനിക്ക് രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് വിട്ടോ. അപ്പൊ അതൊക്കെ അതെല്ലാം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി കേട്ടോ. ഒരുപാട് സമയം എടുക്കല്ലോ, വേഗം തന്നെ പെട്ടെന്ന് വരും. ചേട്ടൻ ഇതൊരു ചലഞ്ച് ആയിരിക്കും. അടുക്കളയിലോട്ട് കാലെടുത്ത് വെക്കല്ലേ. അപ്പൊ ചേട്ടൻ ഒരു ബെസ്റ്റ് വിഷസ് പറഞ്ഞു. ബെസ്റ്റ് വിഷസ് ചേട്ടാ. നോക്കട്ടെ എന്താവാന്ന് നോക്കട്ടെ, എന്താവുന്നു നമുക്ക് നോക്കാം. തുടങ്ങാം. ഒന്ന് കഴുകണം. വെള്ളം തീ നിൽക്കണ്ട കേട്ടാ, കഴുകിയാ മതി. പ്ലഗ് ഓൺ ആക്കിണ്ട്. 18 ഓക്കെ. ഇനി ഇതിലേക്ക് ചോക്ലേറ്റ് എടുത്തിട്ട് ചോക്ലേറ്റ് ഇതിലുണ്ട്, കബോർഡിലുണ്ട്. കത്തര എവിടെ ഇരിക്കണെന്ന് അറിയാം.
അപ്പോൾ നമ്മൾ ഈസ്റ്റർ എഗ് ചോക്ലേറ്റിൻ്റെ ഈസ്റ്റർ എഗ് ആണ് അല്ലേ, ചോക്ലേറ്റിൻ്റെ ഈസ്റ്റർ എഗ് ഉണ്ടാകുന്നത്. ഓക്കെ ഓക്കെ. ഇനിയിപ്പോൾ ഇത് ആവുന്നില്ലത്, അത് മെൽട്ടാവും വെയിറ്റ് ചെയ്യേ. മെൽട്ടായി കഴിഞ്ഞാൽ ഇത് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു കോട്ട് പെയിൻറ് ചെയ്യും. അത് നമുക്ക് തിരിച്ചെടുക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത്യാവശ്യം നല്ല കട്ടിക്ക് ചെയ്തോ. ഫുള്ളാവണം കേട്ടോ, ഫുള്ളാവണം. കുറച്ച് നല്ല കട്ടിക്കാവും, എന്നാലത് തിരിച്ചെടുക്കാൻ കിട്ടുള്ളൂ. ഇത് മൊത്തമുണ്ട്. ഇതിന് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് കട്ടിയാക്കിയിട്ട് എടുത്താലാണ് ഒരു പ്രാവശ്യം കൂടി ഫ്രീസ് ചെയ്തതിന് ശേഷം തിരിച്ചെടുത്തിട്ട് പെയിന്റ് ചെയ്യണം. ഈ മക്കള് സ്ഥിരമായിട്ട് ഡാഡിയെ കൊണ്ട് ചോക്ലേറ്റ് ഉണ്ടാക്കിപ്പിക്കും. ഞങ്ങൾക്ക് കുറേ കുട്ടീസുകളുണ്ട് ഇവിടെ, എല്ലാവരും ചോക്ലേറ്റ് ഇഷ്ടമുള്ളവരാ. ഒരു 4 എണ്ണത്തിലേക്ക് ഉണ്ടാക്കിയാൽ മതി കേട്ടോ, ഫുള്ള് വേണ്ട. അത്രയ്ക്കുള്ളതേ അതിൽ ചോക്ലേറ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ വരെ ഒരു മിനിറ്റ്. സംഭവം സിമ്പിളാണെങ്കിൽ ഇതിനേക്കാൾ ഭേദം 4 ബൊക്കെ ചെയ്യായിരുന്നു അല്ലേ? വെള്ളം ഓഫ് ചെയ്യാലോ അല്ലേ? ആ, ഇനി ഓഫ് ചെയ്യാം. ഞാൻ ഓഫ് ചെയ്യണോ? ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇനി അതിൽ നിന്ന് ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ട് അതിൽ വെച്ച് ഫ്രീസ് ചെയ്യാം കുറച്ച് സമയം, ഒരു 10 മിനിറ്റ്. അതിൽ നിന്ന് ഒരു പ്ലേറ്റ്. ഫ്രീസറിൽ 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് വീണ്ടും ഒരു കൂട്ടി ആ, ഒരു കൂട്ടി അടിക്കാം. 10 minutes later. ഇനി ഇത് എടുക്കണം, അതിൻ്റെ ഡൈന്ന് എടുത്തിട്ട് ഇതിന് സ്വീറ്റ്സ് ഒക്കെ ഫില്ല് ചെയ്ത് എഗ്ഗിൻ്റെ ഷേപ്പ് ആക്കണം. അത്ര ഭംഗിയായിട്ടില്ല, അത്ര ഷേപ്പ് ആയിട്ടില്ല, നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. എന്നാലും ടേസ്റ്റ് ഉണ്ടാവും. ഇഷ്ടമുള്ള ഫില്ല് ചെയ്യും. റെഡി കേട്ടോ, നീ പറഞ്ഞ കർത്തവ്യം ഞാൻ ഓക്കെ. വെൽ ഡൺ. ഹലോ ഗൈസ്, എന്തായി ഇവിടെ? അപ്പൊ ഞങ്ങളുടെ ഈസ്റ്റർ എഗ് റെഡി. ആ, എന്തായാലും എല്ലാം ഔട്ട് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ? എങ്ങനെയുണ്ട് ചേച്ചി? നേരത്തെ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ ഇത് ആയിട്ടുണ്ടായിരുന്നില്ല. ഈ പ്രാവശ്യം കറക്റ്റ് ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. വന്നിട്ടുണ്ട്. എങ്കിൽ ഇതൊന്ന് കഴിച്ചു നോക്കൂ ചേച്ചി. ഓക്കെ. ചോക്ലേറ്റ് ആണല്ലേ? അടിപൊളി. ഓക്കെ. ചേട്ടന് നോക്കണോ ചേട്ടൻ ഉണ്ടാക്കിയത് എങ്ങനെ ഉണ്ടാവും അറിയാൻ? ഓക്കെ, അപ്പൊ
അപ്പൊ ഇതിനകത്ത് ഫില്ലിങ്ങും ഉണ്ട് അല്ലേ ചോക്ലേറ്റിന്റെ കൂടെ. സോ എനിവേസ് എന്തായാലും ഈ ഒരു ഹാപ്പിയസ്റ്റ് മൊമെന്റ് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഹാപ്പി ആക്കാം. ചേട്ടൻ കഷ്ടപ്പെട്ട് അടുക്കള കയറി ഇത്രയൊക്കെ കുക്ക് ചെയ്തല്ലേ ചേച്ചി, അപ്പൊ ചേട്ടന് നമുക്കൊരു ട്രീറ്റ് കൊടുത്താലോ? ആയിക്കോട്ടെ, ചേച്ചിക്ക് താല്പര്യമുണ്ടോ ചേട്ടൻ ഒരു ട്രീറ്റ് കൊടുക്കാൻ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ചേച്ചിയുടെ വകയിൽ ചേട്ടൻ ഒരു ട്രീറ്റ് ആണ്. അതിന് ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യാം ചെറുതായിട്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഉണ്ട്. ആ ഗിഫ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ട്രീറ്റ് അത് വേണമെന്നുണ്ടെങ്കിൽ ഞാനും ചേച്ചിയും തമ്മിലുള്ള ഒരു ചെറിയ ഗെയിം സെഷൻ ഉണ്ട്. ആ ഗെയിം സെഷൻ ചേച്ചി ജയിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ആ ട്രീറ്റ് ചേട്ടന് കൊടുക്കാൻ പറ്റുന്നത്. സോ എല്ലാം ചേച്ചിയുടെ കയ്യിലാണ്. ഓക്കെ, അപ്പൊ ഗെയിമിന് വേണ്ടി റെഡി അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഇനി അടുത്തതായിട്ട് ചേച്ചിയും ഞാനും തമ്മിലുള്ള ഒരു ചെറിയ ഗെയിം സെഷൻ ആണ് പോകുന്നത്. അപ്പൊ ഗെയിമിന് വേണ്ടിയുള്ള പ്രോപ്പർട്ടീസും ഗെയിം കാർഡ്സും ഒക്കെ വേണം. ചേച്ചി നമുക്കപ്പോ ഗെയിം സെഷനിലേക്ക് പോവാം. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചേച്ചിയും ഞാനും തമ്മിലുള്ള ഒരു ഗെയിം സെഷൻ ആണ് ഇനി നടക്കാൻ പോകുന്നത്. സോ ഗെയിം എന്താണെന്ന് അറിയണ്ടേ? ഗെയിം എന്താണെന്ന് അറിയാനായിട്ട് 3 ഗെയിം കാർഡ് വെച്ചിട്ടുണ്ട്. ഈ ഗെയിം കാർഡ്സ് നിന്ന് ചേച്ചി ഒരു ഗെയിം കാർഡ് ചൂസ് ചെയ്യുന്നു. ആ ഗെയിം നമ്മൾ രണ്ടുപേരും കൂടെ കളിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതല്ലേ ഈസി അല്ലേ? ഈസിയാണ്, പിന്നല്ല ഈസി ആയിരിക്കും. ഈസിയാണ്, ചേച്ചി ചൂസ് ചെയ്യുന്ന അനുസരിച്ചിരിക്കും. എളുപ്പമുള്ള ഒരെണ്ണം ചൂസ് ചെയ്യുന്നതെന്ന്. ഓക്കെ, ഇതാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ഗെയിം. അപ്പൊ ഗെയിം ഗ്ലാസ് ബോളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഗെയിമാണിത്. സോ ഇതെന്താണെന്ന് കണ്ടിട്ട് വല്ലതും മനസ്സിലായോ? ഗ്ലാസ്സിൽ ബോൾ നിറയ്ക്കായിരിക്കണം ഫോട്ടോ കണ്ടിട്ട്. ബ്രില്യൻസ്. ഇത്രയും ബ്രില്യൻസ് എനിക്ക് പോലും ഇല്ലാന്നൊക്കെ. ഓക്കെ, സോ ഇതാ ഗെയിം. അപ്പൊ ഗെയിം ചേച്ചി പറഞ്ഞതുപോലൊക്കെ തന്നെ, എന്നാലും കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരണ്ടേ? അപ്പൊ ഇതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു ഡെമോ ഒക്കെ കാണിച്ചങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ തകർത്തേക്കാം. സോ ഗെയിമിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ വരട്ടെ, എന്നിട്ട് ഞങ്ങൾ തമ്മിലുള്ള ഗെയിം സെഷനിലേക്ക് പോകുന്നതായിരിക്കും. പ്രോപ്പർട്ടി ചേച്ചി ചൂസ് ചെയ്ത ഗെയിം കാർഡിലെ പ്രോപ്പർട്ടീസ് ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഗെയിം എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞു, പക്ഷേ ചേച്ചിക്ക് ഓൾറെഡി ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. എന്നാലും നമ്മളുടെ പ്രൊസീജിയർ അങ്ങനെയാണല്ലോ. ഇതെടുക്കുന്നു, എറിയുന്നു, ഇതിനകത്തേക്ക് ബോൾ വീഴുന്നു. അങ്ങനെ 7 കപ്സ് ഉണ്ട് ഇവിടെ. 7 കപ്പിനകത്ത് ഇടുക, ബോൾസ് ബൗൺസ് ചെയ്ത് അതിനകത്തോട്ട് ഇടുക. ഒരു ബൗൺസ് ആണ്, ബൗൺസ് ചെയ്തിടുക. ഒരു ബൗൺസ് എന്ന് വെച്ചാൽ ഒറ്റ പ്രാവശ്യം ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഗ്ലാസ്സിൽ ഒരു ബോൾ, അങ്ങനെ 7 ബോൾസ് വീഴുക. ആൻഡ് നമ്മൾ തമ്മിൽ ആരാ ജയിച്ചതെന്ന് കണ്ടുപിടിക്കുന്നത് ചേച്ചി കളിക്കുന്ന ടൈമിൽ ഞാൻ ടൈമർ ഇവിടെ സെറ്റ് ചെയ്യും, ടൈമർ നോക്കും. ആൻഡ് ചേച്ചിയെ കളിച്ച് ചെയ്യുന്നതിന് അകത്ത് ഞാൻ ഫിനിഷ് ചെയ്താലേ ഉള്ളൂ ഞാൻ ജയിക്കുക. ഓക്കെ, അപ്പൊ അതാണ് ഗെയിമിന്റെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ വരുന്നത്. വേറെ പ്രത്യേകിച്ച് കുഴപ്പിക്കുന്ന പരിപാടികളൊന്നുമില്ല. മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ ആദ്യം ആര് കളിക്കും? ചേച്ചി കളിക്കും, ഞാൻ കളിക്കും. ടേൺ ആരുടെയാ? ഞാൻ നോക്കാം. സോ ചേച്ചിയാണ് ആദ്യം ഗെയിം കളിക്കാമെന്ന് ഏറ്റിരിക്കുന്നത്. അപ്പോൾ ചേച്ചിയുടെ ടേൺ വരികയാണ്. ബിഫോർ ദാറ്റ് ബസർ അടിക്കൂടെ. ബസർ അടിച്ചതിന് ശേഷം നമ്മൾ ടൈമർ സ്റ്റാർട്ട് ചെയ്ത് ഗെയിം ഓൺ ആവും. ഓക്കെ, മതി, ഒരെണ്ണം മതി. 26 സെക്കൻഡ്സിനകം തന്നെ ചേച്ചി ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ചേച്ചി ഇത് മുഴുവൻ തീർത്ത് കഴിഞ്ഞിട്ട് ചേച്ചിയുടെ ആവേശം അടങ്ങിയില്ല. ചേച്ചി രണ്ടാമതും ഇതിനകത്ത് ബോൾ ഇട്ട് ഫില്ല് ചെയ്യാൻ പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ചേച്ചി എന്തായാലും അടിപൊളിയായിട്ട് ഗെയിം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സോ ഇനി അടുത്തത് എന്റെ ടേൺ ആണ്. ഞാൻ ഈ 26 സെക്കൻഡ്സിനകം ഫിനിഷ് ചെയ്താലാണ് ഞാൻ ജയിക്കുക. പക്ഷെ 26 സെക്കൻഡ്സ് ഒരു നിസ്സാര സമയമാണ് ചേച്ചി. സോ അതായത് ചേച്ചി ഫിനിഷ് ചെയ്തത് ഒരു നിസ്സാര സമയത്തിലാണ്. അപ്പൊ എന്തായാലും ഇനി അടുത്ത എന്റെ ടേൺ ആണ്. അതിനു മുമ്പ് നമുക്ക് ഈ ഗെയിം പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ഞാൻ ഗെയിം ഫിനിഷ് ചെയ്തിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് 42 സെക്കൻഡ്സ് ആണ്. ചേച്ചി ഫിനിഷ് ചെയ്തത് 26 സെക്കൻഡ്സ് ആണ്. സോ ഒബ്വിയസ്ലി ചേച്ചിയാണ് ജയിച്ചിരിക്കുന്നത്.
അപ്പോൾ ചേച്ചി എന്തായാലും ചേച്ചി ഭയങ്കര സ്പീഡിന് തീർത്തത് കാരണം എനിക്ക് അതിനോടൊത്ത് കിടപിടിച്ചെത്താൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ചേച്ചി ഗിഫ്റ്റ് എന്താണെന്നുള്ളത് അറിയണ്ടേ? അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണെന്നുള്ളത്. സോ ഞാനത് പറയുന്നതിന് മുമ്പ് നമുക്ക് ചേട്ടനെയും കൂടെ വിളിച്ചിട്ട് ചേട്ടനെയും കൂടെ നിർത്തി ഞാൻ ആ ഗിഫ്റ്റ് എന്താണെന്നൊക്കെ പറയാം. അതല്ലേ കുറച്ചും കൂടെ സർപ്രൈസ്. സോ നമുക്ക് ചേട്ടനും കൂടെ വന്നതിന് ശേഷം ഞാൻ ഗിഫ്റ്റ് എന്താണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഹോൾ ഫാമിലി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത് ഭയങ്കര വലിയൊരു ഫാമിലി ആയിപ്പോയി. ഇനിയും ഉണ്ടായിരുന്നോ? എല്ലാവരും കൂടെ ഫ്രെയിമിൽ തികയില്ലായിരുന്നല്ലോ. ഓക്കെ, അപ്പോൾ ചേട്ടന്റെ മക്കൾ ഏതൊക്കെയാ വരുന്നത്? ഇവർ രണ്ടുപേരുമായിരിക്കും അല്ലേ? ആഹാ, ഡ്രിനി അങ്ങനെ എന്തോ ഒരു ഡ്രിനീറ്റ്. ഓക്കെ, മോന്റെ പേരെന്താണ്? ഡെൻസ്റ്റിൻ. അപ്പൊ ഇവരൊക്കെ ഓക്കെ. ആ ചേച്ചിയുടെ പേര് പറയും. നീനു. ഓക്കെ. ഇത് രണ്ടാമത്തെ ബെൻസ്റ്റിൻ. ബെൻസ്റ്റിൻ. ഓക്കെ. ഒരു പ്രത്യേകത എന്താ വെച്ചാൽ പുള്ളിയാണ് കമ്മിറ്റിപ്പാടത്തിന്റെ ചൈൽഡ്ഹുഡ് ആയിരുന്നു. ദുൽഖർ സൽമാന്റെ. അപ്പൊ നമുക്കൊരു സെലിബ്രിറ്റിയും കൂടെ കിട്ടി ഫ്രെയിമിനകത്ത് അല്ലേ? ഓക്കെ. അപ്പൊ അതിനുശേഷം മൂവിയൊക്കെ ചെയ്തോ വേറെ എന്തെങ്കിലും? ഇല്ല. ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുകയാണോ? ഓക്കെ. അമ്മ, ഹായ് അമ്മ. കണ്ടായിരുന്നോ ഞങ്ങളുടെ ഗെയിമൊക്കെ? ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്നത്, ഞാനിങ്ങനെ ലൈറ്റ് ആയിട്ട് കണ്ടായിരുന്നു അമ്മ അവിടെ നിന്ന് നോക്കുന്നത്. ചേച്ചി വേഗം തന്നെ ഫിനിഷ് ചെയ്തു. ചേച്ചി എന്നെ പൊട്ടിച്ചമ്മ, എന്നെ പൊട്ടിച്ചു ചേച്ചി. എനിവേസ് എന്തായാലും അമ്മ ഗെയിം കളിച്ച് അച്ഛനൊരു ട്രീറ്റ്, അതായത് നിങ്ങൾക്ക് ഫാമിലിക്ക് ഒരു ട്രീറ്റ് കിട്ടാൻ പോവുകയാണ്. ചേച്ചിയുടെ പ്രയത്നം, ചേച്ചി എന്നെ പൊട്ടിച്ചതാ, എന്നാലും പോട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം നിങ്ങളുടെ കൂടെ വന്ന് ജോയിൻ ചെയ്യാൻ പറ്റി. എല്ലാവർക്കും കൂടി ഇനി ഒരുമിച്ച് ഫുഡ് കഴിച്ചിട്ട് പിരിഞ്ഞാൽ മതി. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചേച്ചി, ഭക്ഷണം കഴിച്ചിട്ടേ ഞാൻ ഇറങ്ങും എന്തായാലും. അപ്പൊ എന്തായാലും ചേച്ചി, ചേട്ടാ ആൻഡ് ദ ഹോൾ ഫാമിലി താങ്ക് യു സോ മച്ച്. അപ്പൊ ഈ സർപ്രൈസ് ഗിഫ്റ്റ് മാത്രമല്ല, അതിനോടൊപ്പം വേറെ കുറച്ച് സമ്മാനങ്ങളും കൂടെ തരാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. മൈ ചോയ്സ് പുട്ട്, 4 ആൾ അറിയുന്ന പുട്ട്, ഇനി സ്പൈസസും. മൈ ചോയ്സിന്റെ നല്ല അടിപൊളി ഒരു സംഭവം. കാലങ്ങൾ എത്ര മാറിയാലും ഒട്ടും മാറാതെ കേരള തനിമയോടും ശുദ്ധതയോടും കൂടി തയ്യാറാക്കിയ ലെസ് സോൾട്ടഡ്, പ്രിസർവേറ്റീവ്സ് ഒട്ടും ആഡ് ചെയ്യാത്ത അച്ചാർ, രുചിഭരണി അച്ചാർ. ഗ്ലോ ഓവർനൈറ്റ് വിത്ത് സാഫ്രൺ ആൻഡ് കോക്കനട്ട് ഓയിൽ, ഗ്ലാമി ഓവർനൈറ്റ് ക്രീം. Walston consumers, Dovey Shine, a complete solution for a healthier living. നമ്മളിനി എവിടെ വെച്ച് കാണും? ഹോട്ടലിൽ വെച്ച് കാണും. യെസ്. വെൽക്കം ബാക്ക് ടു മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസ് ഫൺ ഫാമിലി. ഇന്ന് ഞാൻ നിൽക്കുന്നത് വിദ്യാലോകം ഫാമിലി റെസ്റ്റോറൻറ്റിലാണ്. നമ്മളുടെ ഈസ്റ്റർ സ്പെഷ്യൽ എപ്പിസോഡായ ഗെയിം സെഷൻ വിൻ ചെയ്ത കപ്പിൾ ഡെന്നി ചേട്ടനും ബ്രിജിനി ചേച്ചിക്കും വേണ്ടി ഞാനിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവർക്ക് വേണ്ടി നമ്മൾ ലഞ്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് വിദ്യാലോകം ഫാമിലി റെസ്റ്റോറൻറ്റിൽ. വിദ്യാലോകം റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 75s 80s കാലഘട്ടത്തിലേക്ക് ഒരു എത്തിനോട്ടം. ശരിക്കും ഒരു നൊസ്റ്റാൾജിക് വൈബാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടുന്നത്. പെരുമ്പിലാവ് ചന്ത പണ്ട് തൃശ്ശൂരിലെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ചന്തയായിരുന്നു. ആ ചന്തയിൽ കണ്ടു മറന്ന ഫ്രെയിംസ് ഒക്കെ അതുപോലെ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ ഓണറായ മണിച്ചേട്ടനും ഇതിൻ്റെ ആർട്ട് വർക്ക്സ് ഒക്കെ ചെയ്ത മലയാളത്തിലെ ഫേമസ് ആയിട്ടുള്ള ആർട്ട് ഡയറക്ടർ അജയൻ ചാലുശ്ശേരിയും. അപ്പോൾ എന്തായാലും നമ്മുടെ സ്റ്റാർ ഓഫ് ദ ഡേ കപ്പിളിന് വേണ്ടി ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഫൺ ആൻഡ് എക്സൈറ്റിംഗ് തിങ്സ് നിങ്ങളുടെ ലൈഫിലും വേണോ? താഴെ നമ്മളുടെ മെയിൽ ID ഉണ്ട്. വേഗം നിങ്ങളുടെ ഫാമിലി ഡീറ്റെയിൽസ് അതിലേക്ക് മെയിൽ അയക്കുക. ആൻഡ് ഞങ്ങൾ അവിടെ എത്തി നിങ്ങളുടെ ഒരു ഡേ എക്സൈറ്റിംഗ് ആൻഡ് നേരത്തെ പറഞ്ഞതുപോലെ ഫൺ എലമെന്റ്സ് ഒക്കെ ആഡ് ചെയ്ത് കളറാക്കുന്നതായിരിക്കും. സോ ടിൽ ദെൻ ബൈ ഫ്രം മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസ് ഫൺ ഫാമിലി. ബൈ.